എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ചാനലുകൾ ഇടപെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. സൈക്കിളെ പോകുമ്പോൾ ഇടിക്കാനൊക്കെ വരും, അടുത്ത് വരുമ്പോൾ വെട്ടിക്കും. അപ്പൊ ഞങ്ങൾ താഴെ വീഴാനൊക്കെ പോകും ചിലപ്പോൾ. ഇതിപ്പം പോലീസ് സ്റ്റേഷനിൽ മെയ് 28 പരാതി കൊടുത്തു, ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് ഈ സ്ത്രീ ഇവിടെ എല്ലാം നടന്ന് പറയുന്നത് MLA കൊണ്ട് പറയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. നമസ്കാരം. വളരെ സങ്കടകരമായിട്ടുള്ളൊരു വിവരം പറയുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ്. ഒരു 14 വയസ്സുള്ള കുട്ടി നമ്മളോടൊരു പരാതി പറയുകയാണ്. നിരന്തരമായി അവൻ സ്കൂൾ വിട്ട് വരുന്ന സമയങ്ങളിൽ ഒരാൾ കാറിലെത്തി അവനെ ഭീഷണിപ്പെടുത്തുന്നു, അവനെ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ അവരുടെ പ്രദേശവാസിയാണോ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ വലിയ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തി. കാര്യം ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് നേരെ ഇങ്ങനെ മോശമായ രീതിയിൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതൊക്കെ ശരിയാണോ? ആരാണ് മോനെ ശരിക്കും മോനെ ഈ വഴിയിലൊക്കെ വെച്ച് ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അത് ഞങ്ങളുടെ അടുത്തുള്ളൊരു മാമനാ. എന്താണ് പ്രശ്നം എന്നുവെച്ചാൽ ആ മാമന്റെ ഭാര്യയും ഞങ്ങളുടെ അമ്മയും തൊഴിലുറപ്പുള്ള. അപ്പൊ തൊഴിലുറപ്പുപരമായിട്ടുള്ള പ്രശ്നം കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിയും തർക്കവും കാരണം ആ ദേഷ്യം എന്നോട് തീർക്കുക. മോനോട് എന്താ അവര് പറയുന്നത്? ആദ്യം അടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ വന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ പോയെ. അപ്പൊ ഞാൻ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. എന്നെ ആ മാമന്റെ ഭാര്യ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് നിന്റെ അമ്മയോട് അടങ്ങിക്കോളാൻ പറയാൻ എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ അത് തന്നെ അമ്മയോട് പറഞ്ഞു. അപ്പൊ അമ്മ പറയാൻ നീ അങ്ങ് വിട്ടേക്കടാ, അവൾക്ക് ബോധമില്ലാതെ പറയുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വൈകിട്ട് 6 മണിയൊക്കെ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന ഇടയ്ക്ക് ആ മാമൻ ഗൾഫിലായിരുന്നു. അപ്പൊ ഗൾഫിൽ നിന്ന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ ട്യൂഷൻ കഴിഞ്ഞ അതിൻ്റെ ഇടയ്ക്ക് കാറും കൊണ്ട് ഒരു ദിവസം എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പത്തേക്കും ഞാൻ മാറി ഒരു ക്ലാസ് ആയിട്ട് എന്നോട് പറഞ്ഞ് നിന്റെ അമ്മയോട് ഒതുങ്ങിക്കോളാൻ പറയണം, അല്ലെങ്കിൽ നിന്റെ തലയായിരിക്കും ഉള്ളുന്നതെന്ന്. ശരി. എന്നിട്ട് അങ്ങനെ പോയി. എന്നിട്ട് വീണ്ടും വന്ന് പറഞ്ഞു വേറൊരു ദിവസം കൂടെ. പലതവണ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇദ്ദേഹം ഒന്ന് പറയാറുണ്ടോ? ഓക്കെ. ഏറ്റവും അടുത്ത സമയത്ത് എന്നായിരുന്നു അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്? ഭീഷണിയല്ല, ഇടിക്കാൻ വരുമായിരുന്നു. എന്തിനാ? വണ്ടി ഇടിക്കാൻ വന്നു? ഓക്കെ. ഞാൻ വേറെ ഉണ്ട്. അപ്പൊ സൈക്കിളല്ല പോകുന്നത്, ഞങ്ങള് സൈക്കിളല്ല പോകുന്നത്. സൈക്കിളെ പോകുമ്പോ ഇടിക്കാനൊക്കെ വരും, അടുത്ത് വരുമ്പോ വെട്ടിക്കും. അപ്പൊ ഞങ്ങള് താഴെ വീഴാനൊക്കെ പോകും ചിലപ്പോ. ഓക്കെ. ഇങ്ങനെ നിരന്തരമായിട്ടുണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ പറഞ്ഞപ്പോ അമ്മ പരാതി വല്ലതും കൊടുത്തോ? അമ്മ പരാതി കൊടുത്തായിരുന്നു മെയ് 8-ന്. എവിടെയാണ് പരാതി കൊടുത്തത്? നൂറനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. എന്നിട്ട് ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു കേസിൽ അവരൊന്നും നടപടി എടുത്തിട്ടില്ല. ഇല്ല. ചേച്ചിയുടെ മോനാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു വന്നത്. 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവനെ ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇതെന്താണ്? നിങ്ങൾ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തിയത്? ഇത് തൊഴിലുറപ്പിന്റെ ഒരു പ്രോജക്റ്റ് മീറ്റിംഗ് നടന്നപ്പം അവിടെ മെമ്പറും ഈ പറയുന്ന ആള് തൊഴിലുറപ്പിന്റെ മേറ്റാണ്. അപ്പം മെമ്പറും അവരുമായിട്ട് പ്രശ്നം ഉണ്ടായപ്പോൾ ഇവരുടെ മേറ്റിന്റെ ഭാഗത്ത് ഒരു ന്യായമില്ലാത്തതുകൊണ്ട് നമ്മൾ മെമ്പറുടെ പക്ഷത്ത് നിന്നു. അപ്പം മെമ്പറുടെ പക്ഷത്ത് നിന്നപ്പോൾ അവരുടെ രാഷ്ട്രീയത്തിലുള്ള ഒരാളല്ല ഇവിടുത്തെ പുതിയ മെമ്പർ. അപ്പം പുള്ളിക്കാരൻ ഇവിടെ മെമ്പറായിട്ട് വന്നപ്പോൾ തൊട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു രീതിയിലുള്ള പ്രവണതയാണ് കണ്ടുവരുന്നത്. പുള്ളിയെ അവഗണിക്കുക, അനുസരിക്കാതിരിക്കുക, തൊഴിലുറപ്പ് സംബന്ധമായ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ തന്നിഷ്ടം കാണിക്കുക. അപ്പം പഞ്ചായത്തിൽ നിന്ന് വന്ന 2 ജോലിക്കാരെ അത്രയും തൊഴിലാളികളെയൊക്കെ നിന്നപ്പോൾ പുള്ളിയെ ഇങ്ങനെ അസഭ്യം പറഞ്ഞപ്പോൾ പിന്നെ ഈ പറഞ്ഞ കൂട്ടത്തിൽ ഇയാളുടെ ഭർത്താവ് വന്ന് കയ്യേറ്റം ചെയ്യുകയുണ്ടായി മെമ്പറെ. അപ്പം അത് കേസായി, പോലീസ് സ്റ്റേഷനിലായി, പിന്നെ FIR ഇട്ട് ഇപ്പോൾ കോടതി കേസ് പോയിരിക്കുക. അപ്പം നമ്മൾ മെമ്പർക്ക് അനുകൂലമായിട്ട് സംസാരിച്ചു. അതാണ് ഇവർക്ക് മെയിനായിട്ടുള്ള ഒരു വൈരാഗ്യം. പിന്നെ നേരത്തെ തൊട്ട് എന്നോട് വിരോധമുണ്ട്. ഞാൻ BJP ആണെന്നുള്ള ഒരു രീതിയിലാണ് എന്നോട് ഇവർ പെരുമാറുന്നത്. ഞാൻ BJP ഇവരങ്ങ് നിശ്ചയിച്ചിരിക്കുക ഞാൻ BJP. എനിക്ക് ഒരു രാഷ്ട്രീയത്തിലും എനിക്ക് മെമ്പർഷിപ്പ് ഇല്ല. പിന്നെ അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഇതിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മെയ് 28 പരാതി കൊടുത്തു, ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. എന്നിട്ട് ഈ സ്ത്രീ ഇവിടെ എല്ലാം നടന്ന് പറയുന്നത് MLA കൊണ്ട് പറയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ലെന്നാണ് പറയുന്നത്. ഞാൻ 5-6 പ്രാവശ്യം ഞാൻ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചു പറഞ്ഞു. പ്രൈസ് എന്ന് പറഞ്ഞ ഒരു സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പം DYSP ഓഫീസിൽ കേസ് പഠിക്കാൻ വിട്ടിരിക്കുവാന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ ആ സാറിനെ വിളിച്ചിട്ട് ചോദിച്ചു, സാറേ അപ്പം ഈ സംവിധാനങ്ങളൊക്കെ എന്തിനാ? ഇപ്പം അവരെ തൂക്കിക്കൊല്ലാനും ഒന്നും അല്ല ഞാൻ നൂറനാട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തത്. പിന്നെ വലിയൊരു തമ്മിലുള്ള വ്യക്തിവൈരാഗ്യം കുഞ്ഞുങ്ങളിലേക്ക് പോകരുത്. അപ്പം ഞാൻ അവരുടെ വീട്ടിലും പിള്ളേരുണ്ട്, നമ്മുടെ പിള്ളേരെ പോലെയല്ലേ ഉള്ളൂ. അപ്പം അവരെ വിളിച്ചൊന്ന് താക്കീത് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തത്. അപ്പം പുള്ളി പറഞ്ഞ് ശാലിനി മേലോട്ട് പരാതി കൊടുക്കുമെന്ന് വെച്ചാൽ ചെയ്തു. ഞങ്ങൾ 4-5 പ്രാവശ്യം കോൺടാക്ട് ചെയ്തിട്ടും പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു സഹകരണമില്ല. അപ്പോൾ ശാലിനി ഇനി എന്തോന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു.
അപ്പോഴാ പിന്നെ ഇന്നലെ ഞാൻ വീണ്ടും CA വിളിച്ചു. CA വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സാറേ ഞാൻ മെയ് 28-ാം തീയതി പരാതി എന്നാലും പറഞ്ഞു വണ്ടി നമ്പർ ഇട്ട് കൊടുക്കാൻ പറഞ്ഞു. നമ്പർ ഇട്ട് കൊടുത്ത് ഇന്നലെ തന്നെ പോലീസിനെ വിടാമെന്ന് പറഞ്ഞു. പുള്ളിയുടെ ഭാഗത്തുനിന്ന് യാതൊരു ഇതും ഉണ്ടായില്ല. ഈ ഇത്രയും ദിവസമായി, ഇപ്പോൾ ഒരു മാസവും 10 ദിവസമായി, എന്നിട്ട് പോലും ഒരു നടപടിയില്ല. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പോലീസുകാർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ ചാനലുകൾ ഇടപെട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. കുഞ്ഞുങ്ങൾ സൈക്കിളിൽ പോകുന്നതാ. അപ്പം കാർ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തൊട്ടില്ലെന്ന് പറയുമ്പോൾ വീശി എടുത്തോണ്ട് പോവാ. അപ്പോൾ പിള്ളേർ പേടിച്ചൊന്ന് വീണുപോയി. ബാക്കിൽ നിന്നൊരു വണ്ടി വരുന്നല്ല, ഫ്രണ്ടിൽ നിന്ന് വേറൊരു വണ്ടി വന്ന് ഈ പിള്ളേരുടെ ദേഹത്ത് കയറി ആർക്ക് പോയി? അപ്പം നമ്മൾ വൈരാഗ്യങ്ങൾ, വലിയവരോടുള്ള വൈരാഗ്യം പിള്ളേരിലോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇത് നിങ്ങളെ വിളിച്ച് ഞാൻ പറയുന്നത് തന്നെ നമ്മുടെ ഈ സംവിധാനങ്ങളോടുള്ള ഇതാണ്. നൂറനാട് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഞാൻ PRI വിളിച്ചപ്പോൾ അയാൾ എന്നോട് ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു, വേണേ വന്ന് SHOയോട് പറയുന്നു പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചിട്ട് പോയി. ജനമൈത്രി പോലീസ് സ്റ്റേഷനാണെന്നാണ് പറയുന്നത്, നൂറനാട് പോലീസ് സ്റ്റേഷൻ. നൂറനാട് പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ അമ്മ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി കൊടുത്ത് ഇതുവരെ ആയിട്ടും യാതൊരു തരത്തിലുള്ള നടപടിയുമില്ല. കാരണം 1, 2 അല്ല 3, 4 തവണ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അമ്മ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും CWSയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ CWSയിൽ നിന്ന് നിരവധി തവണ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എന്താണ് ഈ കേസിന്റെ യഥാർത്ഥ വശമെന്ന് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് ഹോൾഡ് ചെയ്ത് വെക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഏതായാലും ഇവിടുത്തെ നിയമ സംരക്ഷണം ആർക്കൊപ്പമാണ്, അല്ലെങ്കിൽ ഈ ഇതുപോലുള്ള സാധാരണക്കാർക്ക് നീതിയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പിന്റെ ശ്രദ്ധയിലേക്കും കൂടിയാണ് ഞങ്ങൾ ഈ വാർത്ത വിടുന്നത്. കാരണം ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് അവന്റെ സ്വന്തം ജീവന് പോലും ഉറപ്പില്ല, അവന്റെ ജീവന് പോലും യാതൊരു തരത്തിലുള്ള സംരക്ഷണം നൽകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. നാളെ ഇവൻ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് മാത്രമാണ് ഒരു നഷ്ടം സംഭവിക്കുന്നത്. അതുകൊണ്ട് ആഭ്യന്തര വകുപ്പിനും അതോടൊപ്പം തന്നെ കേരള പോലീസും കൃത്യമായി ഈ ഒരു വിഷയത്തിൽ അന്വേഷണം നടത്തണം. എന്തിനാണ് തൊഴിലുറപ്പ് ഇടങ്ങളിൽ 2 വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ സ്വന്തം വീട്ടിലൊട്ടിക്കുന്ന കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവരിലേക്കൊക്കെ ഇങ്ങനെ ഭീഷണിയുമായിട്ട് എത്തുന്നത്? ഏതായാലും ഇതിന് കാരണക്കാരായവരെ പെട്ടെന്ന് തന്നെ പ്രതിക്കൂട്ടിലേക്ക് എത്തട്ടെ, അവരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയട്ടെ.